സൂലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കഴിക്കാനായിട്ട് പോയത്. ലേറ്റ് ആയിരുന്നു. അവിടെ ഒരു കുഞ്ഞ് എന്തൊക്കെയോ കളിയായിരുന്നു. ഇവർ നേരത്തെ ഫുഡ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലേറ്റ് ആയില്ല. ചെന്നപ്പോൾ തന്നെ ഫുഡ് തന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്ക് വിശന്നിട്ട് ആൻറ്റിമാരെല്ലാം കൂടെ പപ്പടവും തന്നിരുന്ന പച്ചടിയും കിച്ചടിയും എല്ലാം വലിച്ചു വരുത്തിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. ഞാൻ വെജാണ്, അവർ നോൺ വെജും കഴിച്ചു. അതിനുശേഷം എൻ്റെ ദൈവമേ, മുട്ടൻ മഴയും ഇടിയും നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ പോലല്ല, ഇത് കണ്ടോ, വെള്ളം ഒഴുകി കടകളുടെ മുന്നിൽ ബ്ലോക്കേജ് ആവുന്നു. ഇവർ എന്താണ് ഇവിടെ ഈ സിസ്റ്റം ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അന്ന് വെള്ളം പോകാനായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇതുമില്ല. അങ്ങനെ തമിഴ്നാട് കയറിയിട്ടുണ്ട്. പോത്തീസാണ് ഞാൻ കണ്ടത്. പിന്നീട് കുട്ടികളുടെ പാർക്ക് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ റോഡുകളൊക്കെ ബെറ്ററാണ്. അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും റോഡുകൾ ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. കുണ്ടും കുഴിയും കാര്യങ്ങളും ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് റോഡുകളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ഇനി എന്താണ് വേറെ എവിടെയെങ്കിലും അങ്ങനെ അല്ല ഒന്നും എനിക്കറിയില്ല. നമ്മൾ പോയിടത്തെല്ലാം നല്ല റോഡുകളായിരുന്നു കേരളത്തിനെ അപേക്ഷിച്ച്. പിന്നെ അവിടെ കുറേ അമ്പലങ്ങൾ, വയലുകൾ. ഇവർ കൂടുതൽ കർഷകരാണല്ലോ. അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കന്യാകുമാരി വന്നിട്ട് ഉണ്ടായ അനുഭവമാണ്. നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വണ്ടി അങ്ങ് ദൂരെ ഇടണം. പക്ഷെ നമ്മൾ ഇറക്കാൻ, അതിൻ്റെ എൻട്രൻസ് നമ്മൾ ഇറക്കണമല്ലോ. അങ്ങനെ ഒരു ട്രാഫിക് പോലീസ് വന്നിട്ട് അവിടെ നിർത്താൻ പറ്റത്തില്ല. നമ്മളെ കുറച്ച് ദൂരെയാണ് നിർത്തിയത്. പിന്നെ അവിടെ നടന്ന് നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് 3 കിലോമീറ്റർ ബീച്ചിലോട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറയണ്ട, അവിടെ ആൻറ്റിമാരൊക്കെ നടക്കാൻ തുടങ്ങി. ഞാനും മമ്മി നടന്നില്ല. ഞങ്ങൾ കടയിൽ കയറിയായിരുന്നു. കടയിൽ കയറി വെള്ളം കുടിച്ചിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവരെ കണ്ടില്ല. തിരിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് അവരുടെ തന്നെ വണ്ടി ഉണ്ടായിരുന്നു. ഒരാൾക്ക് 20 വെച്ചാൽ കണ്ട. അപ്പം ഞങ്ങളത് കയറി നൈസായിട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ ആൻറ്റിമാരെ കണ്ട്. പിന്നെ വണ്ടി നിർത്തി 2-3 പേരെ അതിനകത്ത് കയറ്റി സൺസെറ്റ് കാണാനായിട്ട് അവിടെ എത്തി. ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഒരാൾക്കും ഇറങ്ങാൻ വയ്യായിരുന്നു. ചേച്ചിമാരോട് പറയായിരുന്നു ഞങ്ങൾ ഇറങ്ങി നിലപിടി ഇരുന്ന് കണ്ടോളാം, നിങ്ങൾ പോകല്ലേ, എക്സ്ട്രാ പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ചേച്ചി ഇറങ്ങിയോ, വണ്ടി എപ്പോഴും ഉണ്ട്, 8 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇറക്കി വിട്ട്. ഇവിടുന്ന് കണ്ടോ ശംഖ്, ഇടംപിരി വലംപിരി എല്ലാ പിരിയും ഉണ്ട്. പക്ഷേ അവർ പറയുന്ന ക്യാഷ് കൊടുക്കണം. അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒന്നും ചെയ്യത്തില്ല. നല്ല റേറ്റാണ് ഇതിനൊക്കെ. നമ്മളതൊന്നും മേടിച്ചില്ല. നമ്മൾ നേരെ സൺസെറ്റ് കാണാൻ പോയി. സൺസെറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റ് ഭയങ്കര അടി. എന്നതാ, ഒരു വള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഏതോ ഒരു ചെറുക്കൻ, ഒരു തമിഴ് ടീംസാണ്, അവർ വന്ന് ഇരുന്നെന്നോ കാല് വെച്ചെന്നോ പറഞ്ഞ ഒരു അച്ഛൻ ഭയങ്കര അടി. തമിഴ് തന്നെ, പുള്ളിയുടെ വള്ളം അങ്ങാണ്ട്. എന്താ കറക്റ്റ് റീസൺ എന്ന് നമ്മൾ കണ്ടില്ല. ഭയങ്കര അടി, ഉന്തും തെള്ളും ബഹളവും ആയി. നമ്മൾ മേടിച്ചു പോയി. പിന്നെ പോലീസൊക്കെ വന്ന് അവരെ പറഞ്ഞ് വിടുകയൊക്കെയായിരുന്നു. അപ്പം മറ്റു ടീംസ് പറഞ്ഞ് ഇങ്ങേരോട് പുള്ളി ഇന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചതൊക്കെയാണ് പോയിരിക്കുന്നത്. എന്തൊക്കെ കാണണം അല്ലേ. നടന്നത് ഫോട്ടോഷൂട്ടാണ്. ആൻറ്റിമാർക്ക് കല്ലിൻ്റെ പുറത്ത് കയറി ഇരുന്ന് നടന്ന് എനിക്ക് വയ്യ ഫോട്ടോസ് എടുത്തെടുത്ത് വന്നു. അപ്പോഴത്തേക്ക് ആകാശം നല്ല കളറൊക്കെയായി സെറ്റായിരുന്നേ. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് 7 മണിക്ക് എൻട്രൻസിനവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറിയത് ഒരു ഓട്ടോയിൽ കയറി, ഓട്ടോയും പിടിച്ച് പോയി. 3 ഓട്ടോ പിടിച്ചാൽ പോയി. അപ്പം ഞങ്ങൾ കയറി വിട്ടു കറക്റ്റ് പറഞ്ഞത് കൊണ്ട് അവിടെ കൊണ്ടിറങ്ങി. ബാക്കിയുള്ളവർ എവിടേക്കോ പോയി ഇറങ്ങി. പിന്നെ നടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് അനിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് എല്ലാവർക്കും ലഡു മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് രാത്രി തന്നെ പോയി ലഡു ഒക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.